അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2987. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ഒരു വ്യക്തിത്വം, അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു വലിയ മഹാൻ, അദ്ദേഹത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുഹൈൽ ഇബ്നു അബി സ്വാലിഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവിടുന്ന് പറഞ്ഞു, കുന്നാ ബി അറഫത, ഞങ്ങൾ അറഫയിലായിരുന്നു. അറഫയിൽ നിൽക്കുമ്പോൾ ഫമറ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വഹുവ അലൽ മൗസിം, ആ സമയത്ത് അതിലൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. ഹജ്ജ് വേളയിലാണ്, അദ്ദേഹം മുഅ്മിനീങ്ങളുടെ അമീറാണ്, അതിലൂടെ കടന്നുപോയി. അങ്ങനെ ഫഖാമൻ നാസു യൻദുറൂന ഇലൈഹി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതിലൂടെ പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി. അതങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് വല്ലാത്ത സ്നേഹവും മതിപ്പും ബഹുമാനവും ഉണ്ടാകുമ്പോൾ അവർ വരുമ്പോൾ എഴുന്നേൽക്കും, അവരെ തന്നെ അങ്ങനെ നോക്കിയിരിക്കും. അത് അല്ലാഹു തആല ജനങ്ങളുടെ ഖൽബിലിട്ട് കൊടുക്കുന്നൊരു ബഹുമാനാണ്, സ്നേഹമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഫഖുൽതു ലി അബി, ഞാൻ എൻ്റെ ഉപ്പയോട് പറഞ്ഞു, സുഹൈൽ റളിയല്ലാഹു പറയാ, ഞാൻ എൻ്റെ ഉപ്പയോട് പറഞ്ഞു, യാ അബതി, ഓ ഉപ്പ, ബാപ്പ, ഇന്നി അറല്ലാഹ യുഹിബ്ബു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അല്ലാഹു തആല ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അള്ളാഹ്ക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഖാല, അപ്പോൾ ഉപ്പ എന്നോട് ചോദിച്ചു, വമാദാക്ക, അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ലിമാ ലഹു മിനൽ ഹുബ്ബി ഫീ ഖുലൂബിൻ നാസ്, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ആ മഹബത്ത് കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജനങ്ങളുടെ ഖൽബിൽ മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് അള്ളാഹ്ക്ക് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാരണം കൊണ്ട് അള്ളാഹ്ക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഫഖാല, അപ്പോൾ ഉപ്പ പറയാണ്, ബി അബീക അൻത സമീഅതു അബൂ ഹുറൈറത യുഹദ്ദിസു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നീ പറഞ്ഞ കറക്റ്റാ, നിനക്ക് വേണ്ടി എന്നെ മുഴുവനായിട്ട് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഹദീസ് ഉദ്ധരിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്, സുമ്മ ദക്കറ ബിമിസ്ലി ഹദീസ് ജരീരിൻ സുഹൈൽ, സുഹൈൽ റളിയല്ലാഹു തൊട്ട് ജരീർ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് അങ്ങനെ ബാക്കി പറഞ്ഞു. ആ ഹദീസ് മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്, നമ്മൾ വിസ്ഡം ക്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ച് പറയും, ജിബ്രീലെ, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കണം. ജിബ്രീൽ അങ്ങനെ സ്നേഹിക്കും. എന്നിട്ട് മലക്കളെ മൊത്തം വിളിച്ച് പറയും, അവരോടൊക്കെ സ്നേഹിക്കാൻ പറയും. എന്നിട്ട് ഭൂമിയിൽ അദ്ദേഹത്തെ സുമയൂലഹുൽ ഖബൂലു ഫിൽ അർദ്, ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത വെക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കും. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് താല്പര്യവും സ്നേഹവും തോന്നും. അത് അല്ലാഹു തആല ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ ഖൽബിൽ ഒരാളോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് അദ്ദേഹത്തോട് മഹബത്തുണ്ട്, ഹുബ്ബ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു തആല അത്തരത്തിൽ നമ്മുടെയൊക്കെ ഖൽബിൽ അള്ളാഹു തആല മഹബത്തിട്ട് തരുമാറാവട്ടെ, നമ്മെ അള്ളാഹു തആല മഹബത്തുമാറാവട്ടെ, മറ്റുള്ളവരുടെ ഖൽബിൽ നമ്മെക്കുറിച്ചുള്ള മഹബത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാനാണ്, അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. വലിയ ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു തആല ആ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.